ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ LGS വേരിയസ് 2024 3 ജില്ലയും കൂടെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് 21/4/2025. അപ്പോൾ അത് ഏതൊക്കെ ജില്ലയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം വന്നത് പത്തനംതിട്ടയാണ്. അപ്പം പത്തനംതിട്ടയുടെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ 403 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 415 പേരും DAയിൽ 20 പേരും, അങ്ങനെ ടോട്ടൽ 838 പേരാണ് പത്തനംതിട്ട ജില്ലയിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ കഴിഞ്ഞ ലിസ്റ്റിൻ്റെയും ഈ ലിസ്റ്റിൻ്റെയും ടോട്ടൽ ഡീറ്റെയിൽസ്, അതായത് മെയിൻ ലിസ്റ്റിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് എല്ലാം കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് നോക്കാം. അപ്പം ഈ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ 403 പേര്, കഴിഞ്ഞ ലിസ്റ്റിൽ 365 പേര്, EBTയിൽ അതായത് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ EBTയിൽ ഈ തവണ 74 പേര്, കഴിഞ്ഞ തവണ 67 പേര്, SSC ഇത്തവണ 54, കഴിഞ്ഞ തവണ 50, ST ഇത്തവണ 54, കഴിഞ്ഞ തവണ 48, മുസ്ലിം ഇത്തവണ 67, കഴിഞ്ഞ തവണ 62, ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ ഇത്തവണ 27, കഴിഞ്ഞ തവണ 23, OBC ഇത്തവണ 40, കഴിഞ്ഞ തവണ 35, വിശ്വകർമ്മ, SIUC, SCCC, ദീപ ഇതെല്ലാം ഇത്തവണ 13, കഴിഞ്ഞ തവണ വിശ്വകർമ്മ 12, SIUC 11, SCCC 11, ദീപര 12, ഹിന്ദു നാടാർ ഇത്തവണ 7, കഴിഞ്ഞ തവണ 6, EWS ഇത്തവണ 40, കഴിഞ്ഞ തവണ EWS ഇല്ലായിരുന്നു. പിന്നെ DAയിൽ LV, HI, LD, MD ഇതെല്ലാം 5 വെച്ചിട്ട്, കഴിഞ്ഞ തവണ LV 11, HI 11, LD 10, അങ്ങനെ ടോട്ടൽ മെയിൻ ലിസ്റ്റോടെ ചേർത്തിട്ട് ഇത്തവണ 838, കഴിഞ്ഞ തവണ മെയിൻ ലിസ്റ്റോടെ ചേർത്തിട്ട് 734, കഴിഞ്ഞ തവണത്തെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമുള്ള കൗണ്ടിങ് നമ്പർ 734 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ തവണത്തെക്കാട്ടിലും ആൾക്കാരുടെ എണ്ണം കൂടുതലാണ് പത്തനംതിട്ടയിൽ വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ അഡ്വൈസ്, ഇതുവരെ എത്രത്തോളം അഡ്വൈസ് പോയിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ OC പോയിരിക്കുന്നത്, OC മെയിൽ 251, ഫീമെയിൽ 250, EBTയിൽ 254 മെയിൻ ലിസ്റ്റ്, 247 ഫീമെയിൽ മെയിൻ ലിസ്റ്റ്, SSC സപ്ലിമെൻ്ററി ലിസ്റ്റ് 12 മെയിൽ, സപ്ലിമെൻ്ററി ലിസ്റ്റ് 10 ഫീമെയിൽ, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 9 മെയിൽ, സപ്ലിമെൻ്ററി ലിസ്റ്റ് 8 ഫീമെയിൽ, മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റ് 8 മെയിൽ, സപ്ലിമെൻ്ററി ലിസ്റ്റ് 7 ഫീമെയിൽ, ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 3 മെയിൽ, 356 ഫീമെയിൽ മെയിൻ ലിസ്റ്റ്, OBC സപ്ലിമെൻ്ററി ലിസ്റ്റ് 2 മെയിൽ, സപ്ലിമെൻ്ററി ലിസ്റ്റ് 1 ഫീമെയിൽ, വിശ്വകർമ്മ 208 മെയിൻ ലിസ്റ്റാണ്, മെയിൽ 237 മെയിൻ ലിസ്റ്റ് ഫീമെയിൽ, SIUC സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 2 മെയിൽ, 338 ഫീമെയിൽ, SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 6 മെയിൽ, സപ്ലിമെൻ്ററി ലിസ്റ്റ് 5 ഫീമെയിൽ, ദീപര 253 മെയിൽ, 204 ഫീമെയിൽ, ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 1 മെയിൽ, 174 ഫീമെയിൽ, അത് മെയിൻ ലിസ്റ്റാണ്. DL LV 2 മെയിൽ, 6 ഫീമെയിൽ, HI 3 മെയിൽ, LDCP 3 മെയിൽ, 1 ഫീമെയിൽ, അങ്ങനെയാണ് അഡ്വൈസിൻ്റെ സ്റ്റാറ്റസ് നിൽക്കുന്നത്. അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ഒരു 14 വേക്കൻസിയും കൂടെ ആഡായിട്ടുണ്ട്. ഓക്കെ, ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയും കൂടെ ചേർത്തിട്ട് 14 വേക്കൻസിയും കൂടെയാണ് നിലവിൽ ഉള്ളത്. അപ്പോൾ അങ്ങനെയാണ് പത്തനംതിട്ട ജില്ലയുടെ സ്റ്റാറ്റസ്. പിന്നെ എന്തിനാണ് ഇത്രയും ആൾക്കാർ കൂടുതൽ ഇട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയില്ല. 403 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഇട്ടിരിക്കുന്നത്. അഡ്വൈസ് OC പോയിരിക്കുന്നത് 251 മെയിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേന് കുറച്ചുകൂടെ ആൾക്കാർ കുറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ പത്തനംതിട്ട ജില്ലയുടെ കാര്യം കഴിഞ്ഞു. അടുത്ത ലിസ്റ്റ് വന്നിരിക്കുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ. അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നോക്കുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ 520 പേര്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 546 പേര്, DAയിൽ 20 പേര്, അങ്ങനെ ടോട്ടൽ 1086 പേരാണ് ഇപ്പോഴത്തെ ലിസ്റ്റിൽ ഉള്ളത്. കഴിഞ്ഞ ലിസ്റ്റിൽ നോക്കുമ്പോൾ കഴിഞ്ഞ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ 454, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 403, DAയിൽ 38, അങ്ങനെ ടോട്ടൽ 895 പേര് മാത്രമേ ടോട്ടൽ ആ ലിസ്റ്റിലുണ്ടായിരുന്നു. മെയിൻ ലിസ്റ്റിൽ ഇത്തവണ 520, കഴിഞ്ഞ തവണ 454, EBT ഇത്തവണ 96, കഴിഞ്ഞ തവണ 78, SSC ഇത്തവണ 70, കഴിഞ്ഞ തവണ 58, ST ഇത്തവണ 70, കഴിഞ്ഞ തവണ 58, മുസ്ലിം ഇത്തവണ 88, കഴിഞ്ഞ തവണ 74, ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ ഇത്തവണ 35, കഴിഞ്ഞ തവണ 28, OBC ഇത്തവണ 53, കഴിഞ്ഞ തവണ 45, വിശ്വകർമ്മ SIUC SCCC ദീപര ഇതെല്ലാം 18 വെച്ചിട്ട്, കഴിഞ്ഞ തവണ വിശ്വകർമ്മ 13, SIUC 13, SCCC 15, ദീപര 15, ഹിന്ദു നാടാർ ഇത്തവണ 9, കഴിഞ്ഞ തവണ 6, EWC ഇത്തവണ 53, കഴിഞ്ഞ തവണ EWC ഇല്ലായിരുന്നു. DAയിൽ LV, HI, LD, MD ഇതെല്ലാം 5 വെച്ചിട്ട്, കഴിഞ്ഞ തവണ LV 12, HI 12, LD 14, അങ്ങനെ ടോട്ടൽ മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റും DAയോടെ ചേർത്തിട്ട് ഇത്തവണ 1086, കഴിഞ്ഞ തവണ 895. ഓക്കെ, കട്ട് ഓഫ് അവിടെ 67.67 ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ആലപ്പുഴ ജില്ലയുടെ സ്റ്റാറ്റസ്. അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ഇപ്പോഴത്തെ ലിസ്റ്റായ 548/2019 അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുമ്പോൾ OC മെയിൽ 336, ഫീമെയിൽ 325, EBT OCയിൽ നിന്നാണ് പോയിരിക്കുന്നത്, മെയിലും ഫീമെയിലും, SSC സപ്ലിമെൻ്ററി ലിസ്റ്റ് 28 മെയിൽ, സപ്ലിമെൻ്ററി ലിസ്റ്റ് 20 ഫീമെയിൽ, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 13 മെയിൽ, മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റ് 9 മെയിൽ, ലാത്തിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 1 മെയിൽ, OBC സപ്ലിമെൻ്ററി ലിസ്റ്റ് 4 മെയിൽ, വിശ്വകർമ്മ 340 മെയിൽ ലിസ്റ്റ് മെയിൽ,
ഫീമെയിൽ 337. SIUC സപ്ലിമെന്റ് ലിസ്റ്റ് 3 മെയിൽ. SCCC സപ്ലിമെന്റ് ലിസ്റ്റ് 9 മെയിൽ. സപ്ലിമെന്റ് ലിസ്റ്റ് 2 ഫീമെയിൽ. ധീവര 332 മെയിൽ. ഹിന്ദു നാടാർ സപ്ലിമെന്റ് ലിസ്റ്റ് 1 മെയിൽ. DAL LV 4, HI 5, LDCP 6. ടോട്ടൽ 414 അഡ്വൈസാണ് ആലപ്പുഴയിൽ പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ കുറച്ച് വേക്കൻസി ആഡായിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ 42 വേക്കൻസിയും കൂടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, 42 വേക്കൻസി ഇനി അഡ്വൈസ് അയക്കാനായിട്ടുണ്ട്. അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ 414 ടോട്ടൽ അഡ്വൈസ് നിൽക്കുന്നത്. അതിൽ നിന്ന് ഒരു 42 വേക്കൻസിയും കൂടെ അഡ്വൈസ് അയക്കാനായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പം ഈ 336 എന്ന് പറയുന്നത്, അതായത് 336 മെയിൽ പോയിരിക്കുന്നത്. അത് ഏകദേശം ഒരു 42 വേക്കൻസി വരുമ്പോൾ ഏകദേശം ഒരു 400 അഡ്വൈസ് ഒക്കെ പോകാനാണ് സാധ്യത ഉള്ളത്. അപ്പോൾ അങ്ങനെയാണ് ആലപ്പുഴ ജില്ലയിലെ സ്റ്റാറ്റസ്. ഇനി അടുത്ത ഒരു ജില്ലയാണ് തൃശ്ശൂർ. അപ്പോൾ തൃശ്ശൂരത്തെ കട്ട് ഓഫ് 64. മെയിൻ ലിസ്റ്റിൽ 687 പേര്, സപ്ലിമെന്റ് ലിസ്റ്റിൽ 643 പേര്, DAL 24 പേര്. അങ്ങനെ ടോട്ടൽ 1354 പേരാണ് ഈ ലിസ്റ്റിലുള്ളത്. കഴിഞ്ഞ തവണ മെയിൻ ലിസ്റ്റിൽ 691 പേര്, സപ്ലിമെന്റ് ലിസ്റ്റിൽ 622 പേര്, DAL 58 പേര്. അങ്ങനെ ടോട്ടൽ 1371 പേരാണ് കഴിഞ്ഞ ലിസ്റ്റിലുള്ളത്. തൃശ്ശൂർ കുറച്ച് ആൾക്കാരുടെ എണ്ണം കുറവാണ് ഇപ്പോഴിട്ടിരിക്കുന്നത്. ഓക്കെ, ആ ലിസ്റ്റ് വരുന്ന സമയത്ത് ഇപ്പോഴത്തെ ലിസ്റ്റിൽ കുറച്ചുകൂടെ ആൾക്കാർ കുറയാനുള്ള ചാൻസ് ആണ് ഉള്ളത്. കഴിഞ്ഞ ലിസ്റ്റിലെയും ഈ ലിസ്റ്റിലെയും കൂടെ സ്റ്റാറ്റസ് നമ്മൾ നോക്കും. ഈ ലിസ്റ്റിൽ 687 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. കഴിഞ്ഞ തവണ 691 പേര്. PBTയിൽ 114 പേര്, സപ്ലിമെന്റ് സ്ലിപ്പ് കഴിഞ്ഞ തവണ 119 പേര്, SSC 83, ST 83, കഴിഞ്ഞ തവണ SSC 91, ST 88, മുസ്ലിം ഇത്തവണ 104, കഴിഞ്ഞ തവണ 113, LC ഇത്തവണ 41, കഴിഞ്ഞ തവണ 43, OBC ഇത്തവണ 62, കഴിഞ്ഞ തവണ 67, വിശ്വകർമ്മ SIUC SSCC ധീവര ഇതെല്ലാം 21 വെച്ചിട്ട്. കഴിഞ്ഞ തവണ വിശ്വകർമ്മ 23, SIUC 21, SSCC 23, ധീവര 23, ഹിന്ദു നാടാർ ഇത്തവണ 10, കഴിഞ്ഞ തവണ 11, EWS ഇത്തവണ 62, കഴിഞ്ഞ തവണ ഇല്ലായിരുന്നു. ഇനി DAL LV HI MD ഇതെല്ലാം 6 വെച്ചിട്ട്. കഴിഞ്ഞ തവണ LV 19, HI 19, LD 20. അങ്ങനെ ടോട്ടൽ ഇത്തവണ 1354, കഴിഞ്ഞ തവണ 1371. ഓക്കെ, കട്ട് ഓഫ് ഇവിടെ 64 ആയിരുന്നു. ഓക്കെ, അപ്പം അഡ്വൈസ് ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റിന്റെ 548/2019 അഡ്വൈസിന്റെ സ്റ്റാറ്റസ് നമ്മൾ നോക്കുമ്പോഴേ ഓപ്പൺ കോമ്പറ്റീഷൻ മെയിൽ 490, ഫീമെയിൽ 484, EBT 483 മെയിൽ, 484 ഫീമെയിൽ, SSC സപ്ലിമെന്റ് ലിസ്റ്റ് 2 മെയിൽ, 646 ഫീമെയിൽ മെയിൽ ലിസ്റ്റ്, ST സപ്ലിമെന്റ് ലിസ്റ്റ് 22 മെയിൽ, സപ്ലിമെന്റ് ലിസ്റ്റ് 13 ഫീമെയിൽ, മുസ്ലിം 569 മെയിൽ, 533 ഫീമെയിൽ, ലാത്തിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ 661 മെയിൽ, 528 ഫീമെയിൽ, OBC 521 മെയിൽ, 498 ഫീമെയിൽ, വിശ്വകർമ്മ 432 മെയിൽ, 532 ഫീമെയിൽ, SIUC 561 മെയിൽ, 442 ഫീമെയിൽ, SCCC സപ്ലിമെന്റ് ലിസ്റ്റ് 9 മെയിൽ, സപ്ലിമെന്റ് ലിസ്റ്റ് 10 ഫീമെയിൽ, ധീവര സപ്ലിമെന്റ് ലിസ്റ്റ് 3 മെയിൽ, സപ്ലിമെന്റ് ലിസ്റ്റിൽ 4 ഫീമെയിൽ, ഹിന്ദു നാടാർ സപ്ലിമെന്റ് ലിസ്റ്റ് 1 മെയിൽ, 357 ഫീമെയിൽ, DAL LV 8, HI 11, LDCP 5. അങ്ങനെ ടോട്ടൽ 566 അഡ്വൈസാണ് ഇത്തവണ ഇതുവരെ പോയിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ഏകദേശം ഒരു 47 വേക്കൻസിയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ 47 വേക്കൻസിയും കൂടെ വരുമ്പോൾ തൃശ്ശൂർ 566ഉം 47 അത്രയും അഡ്വൈസ് ഇവിടെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ OC ഏകദേശം ഒരു 550 നിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കും. അപ്പോൾ അങ്ങനെയാണ് തൃശ്ശൂരത്തെ സ്റ്റാറ്റസ്. ഇനി ഇതുവരെ ലിസ്റ്റ് വന്ന ജില്ലകളും അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുമ്പോൾ ഇതുവരെ 11 ജില്ലയാണ് ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏതൊക്കെ സ്റ്റേജാണ് ഏതെല്ലാം കട്ട് ഓഫ് നമുക്കൊന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ 65.33 കട്ട് ഓഫ്. സ്റ്റേജ് 3-ലായിരുന്നു എക്സാം നടന്നത്. കൊല്ലത്ത് ലിസ്റ്റ് വന്നിട്ടില്ല. സ്റ്റേജ് 1-ലായിരുന്നു കൊല്ലത്ത് എക്സാം നടന്നിരുന്നത്. പത്തനംതിട്ടയിൽ 52.67 കട്ട് ഓഫ്. രണ്ടാമത്തെ സ്റ്റേജിലാണ് എക്സാം നടന്നിരുന്നത്. ആലപ്പുഴയിൽ 67.67 കട്ട് ഓഫ്. 4ാമത്തെ സ്റ്റേജിലാണ് എക്സാം നടന്നത്. കോട്ടയത്തും ഇടുക്കിയിലും ലിസ്റ്റ് വന്നിട്ടില്ല. കോട്ടയത്ത് 3ാമത്തെ സ്റ്റേജായിരുന്നു എക്സാം, ഇടുക്കിയിൽ 2ാമത്തെ സ്റ്റേജായിരുന്നു എക്സാം. എറണാകുളത്ത് 68.33 4ാമത്തെ സ്റ്റേജിലായിരുന്നു എക്സാം നടന്നത്. തൃശ്ശൂർ 64 കട്ട് ഓഫ്. 3ാമത്തെ സ്റ്റേജിലാണ് എക്സാം നടന്നത്. പാലക്കാട് 73.67 1ാമത്തെ സ്റ്റേജിലാണ് എക്സാം നടന്നത്. കോഴിക്കോട് 73 കട്ട് ഓഫ്. 4ാമത്തെ സ്റ്റേജിലാണ് എക്സാം നടന്നത്. മലപ്പുറത്ത് 61.33 കട്ട് ഓഫ്. 2ാമത്തെ സ്റ്റേജിലാണ് എക്സാം നടന്നത്. കണ്ണൂർ 59.33 കട്ട് ഓഫ്. 2ാമത്തെ സ്റ്റേജിലാണ് എക്സാം നടന്നത്. വയനാട് 68 കട്ട് ഓഫ്. 1ാമത്തെ സ്റ്റേജിലാണ് എക്സാം നടന്നത്. കാസർഗോഡ് 68 കട്ട് ഓഫ്. 1ാമത്തെ സ്റ്റേജിലാണ് എക്സാം നടന്നത്. ഇനി ലിസ്റ്റ് വരാനുള്ള 3 ജില്ലയാണ് കൊല്ലം, കോട്ടയം, ഇടുക്കി. ജില്ല ഇന്ന് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. സാധ്യതയല്ല, ഇന്ന് വരും. ഓക്കെ, അപ്പോൾ ആ 3 ജില്ലയുടെ വന്നതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്ത് ഒറ്റ വീഡിയോ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട് ഉള്ളതെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോ മറ്റോടെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി. നമസ്കാരം.